ഒരു കിഡിലൻ ബാച്ചിലർ സ്പെഷ്യൽ ദം ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നൈനൂസ് വ്ലോഗ്സ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ബാച്ചിലേഴ്സിന് ഏറെ ഗുണം ചെയ്യുന്ന ഈ റെസിപ്പി നൈനൂസ് വ്ലോഗ്സിന് വേണ്ടി വീഡിയോ ചെയ്തതും കുറേ ബാച്ചിലേഴ്സ് ചേർന്നാണ്. എന്ന വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഈ ദം ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇപ്പോൾ ഏകദേശം 1 കിലോഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യമായിട്ടുള്ള മസാലയുടെ അളവാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. കൂടെ ഒരു 5 വലിയ സവോളയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സവോളേനെ നേരിയതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. കൂടെ കുറച്ച് മല്ലിയില കൂടി വേണം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയിൽ കുറച്ച് സവോള എടുത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ സവോള വറുത്ത് കോരിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ആവശ്യമായ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ആ എണ്ണയിൽ തന്നെ വറുത്ത് കോരി മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ചിക്കൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം വെച്ച് അതിലേക്ക് നെയ്യോ ഡാൽഡയോ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി സവോള മുഴുവനായിട്ടും തന്നെ ചേർത്ത് കൊടുക്കുക. ആ സവോള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ നല്ലതായിട്ടൊന്ന് ചതച്ചെടുക്കണം. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മിക്സ് കൂടെ ഈ വഴറ്റി വെച്ചിരിക്കുന്ന സവോളയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ചമണം മാറുന്നത് വരെ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിൻ്റെ കൂടെ ഒരു 3 ചെറിയ തക്കാളി കൂടി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറുനാരങ്ങയുടെ നീര് എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കഴിയുമ്പം ഇതിലേക്ക് നമ്മൾ കഴുകി വെള്ളം വാർത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴത്തേക്ക് ഈ ചിക്കനിലേക്കൊക്കെ നല്ല പോലെ മസാല പിടിച്ച് വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടി അരി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ ചെമ്പ് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഏതെങ്കിലും ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ 1 കിലോ അരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഏലക്ക, കറുകപ്പട്ട, ഗ്രാമ്പു എന്നിവ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് അളവിൽ വെള്ളം എന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഈ വെള്ളത്തിലേക്ക് അരിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് വെയിറ്റ് ചെയ്യണം. നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കുന്നത്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കുറച്ച് സവോളയൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെ പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ അരി ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3/4 ഭാഗം വേവായാൽ മതി. അപ്പോഴത്തേക്ക് നമുക്കിതിനെ ദം ചെയ്തെടുക്കാം. നമുക്കിനി ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്
ആ ചോറിനെ എല്ലാം ഒന്ന് കോരി മാറ്റിയെടുക്കാം. എന്നിട്ട് ആ പാത്രത്തിലേക്ക് തന്നെ ആദ്യം കുറച്ച് നെയ്യ് തടവി കൊടുക്കുക. അതിന് മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞത് മുകളിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിൻ്റെ ഒരു പകുതി ഭാഗം ഈ ലെയറായിട്ട് ചിക്കന് മുകളിലേക്ക് നിരത്തി കൊടുക്കാം. അതിന് മുകളിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കൂടെ ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള ചോറും കൂടെ നമുക്ക് ഇതിന് മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. ശേഷം നമ്മൾ വറുത്ത് കോരി മാറ്റി വെച്ചിരിക്കുന്ന സവോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇവ ചേർത്ത് കൊടുക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില എന്നിവ കൂടി ചേർത്ത് കൊടുക്കുക. ശകല റോസ് വാട്ടർ കൂടെ ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ദം ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ അടപ്പ് ഒരു മൈദ വെച്ചിട്ട് ഇങ്ങനെ സൈഡിൽ കൂടെ ഒട്ടിച്ചു കൊടുക്കുക. ശേഷം മുകളിൽ കുറച്ച് കനൽ വാരി ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ തന്നെ കുറഞ്ഞത് ഒരു 10 മിനിറ്റെങ്കിലും വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ദേ തുറന്നു നോക്കാം. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ചോറൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ നമുക്ക് സെർവ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നമ്മുടെ ചിക്കൻ്റെ മസാലയും ചോറും എല്ലാം ആയിട്ടൊന്ന് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് കോരി മാറ്റി ഉപയോഗിക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ബാച്ചിലർ സ്പെഷ്യൽ ദം ബിരിയാണി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ബാച്ചിലേഴ്സിനായിരിക്കും ഈ വീഡിയോ കൂടുതൽ ഉപകാരപ്രദമാകുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.